ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ മഴയൊക്കെ ഒന്ന് നിന്ന് കുറച്ച് വെയിൽ തെളിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നുട്ടാ. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻഡോറായിട്ട് പ്ലാന്റ്സ് വെച്ചിരുന്ന ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റൗട്ടിൽ തന്നെയാണ് വെച്ചിരുന്നത്. എന്നാലും നമ്മുടെ അഗ്ലോണിമയുടെയൊക്കെ തണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചീയണൊരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ ലീഫുകളൊക്കെ ഇങ്ങനെ സൺലൈറ്റിനനുസരിച്ച് വളരുന്നതനുസരിച്ചിട്ട് പ്ലാന്റിൻ്റെ ഷേപ്പ് തന്നെ ഒരു ഭംഗിയില്ലാതെ വന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ചിലതിൻ്റെ ലീഫിനൊക്കെ ഒരു ഉഷാറ് കുറവുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഫംഗസിൻ്റെ വല്ല അറ്റാക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് നമ്മൾ പോട്ടി മിക്സിൽ അതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെയിലൊന്ന് കൊള്ളിച്ച് പിന്നെ പ്ലാന്റൊക്കെ ഒന്ന് ഫംഗിസൈഡിലൊക്കെ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് ബോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ വലിയ ഉഷാറൊന്നായിട്ടില്ല കേട്ടോ. വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു കൊല്ലമായിട്ടുണ്ടാകും. എന്നാലും ഈ ഒരു കുറച്ച് ഘട്ടങ്ങളിൽ വലുതായിട്ടുള്ളൂ, അല്ലാണ്ട് ആർത്തെളിച്ചൊന്നും വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേരൊക്കെ കുറച്ച് പുറത്തോട്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തുമ്പ് ഭാഗമൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടു കൊടുത്ത് കേട്ടോ. പിന്നെ അഗ്ലോണിമകളിൽ ഒരു പ്ലാന്റ് നന്നായിട്ട് ഉഷാറാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോട്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നു. അപ്പോൾ അതിനൊരു വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പ്ലാന്റിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള അഗ്ലോണിമ പോലെ അതുപോലെ ഇൻഡോറായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഇടയ്ക്കൊന്ന് ചെറിയ വെയിലൊക്കെ കൊള്ളിക്കുന്നത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെയിലൊക്കെ വന്നപ്പോൾ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് നട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനിയിപ്പം ഇതിൻ്റെ ലീഫിൽ ചെറിയൊരു ഫംഗസിൻ്റെ പോലെ വെള്ള പൊടി പോലത്തേക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ എന്തോ ഒരു ഇൻസെക്റ്റൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗ്ലോണിമ മൊത്തം നശിപ്പിച്ച് കളയാനാണ് വന്നിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്തത് ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണത്. ഇതിപ്പോൾ സാഫ് കലക്കിയ ഫംഗിസൈഡാണ് കേട്ടോ. അപ്പോൾ അത് പ്ലാന്റിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ സ്റ്റെമ്മുമ്പോഴും ലീഫുമ്പോഴൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവണില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ഈ പോട്ട് മിക്സിൽ നമ്മളത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലൊക്കെ എടുത്ത് വെക്കുള്ളൂ കേട്ടോ. ഇതല്ലെങ്കിൽ വേറൊരു ഫംഗിസൈഡും കൂടി ഉണ്ട് കേട്ടോ. അത് ന്യൂട്രിപോട്ടിൻ്റെ ഒരു ഫംഗിസൈഡാണ് കേട്ടോ. ന്യൂട്രിപോട്ടിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഫംഗിഷീൽഡ്, ന്യൂട്രിപോട്ടിൻ്റെ തന്നെ ഫംഗിഷീൽഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ പ്ലാന്റും നമുക്ക് ഇതുപോലെ ഈ റൂട്ടൊക്കെ നന്നായിട്ട് നമ്മൾ ഫംഗിസൈഡിൽ മുക്കിയിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ട് നന്നായിട്ട് റൂട്ടും സ്റ്റെമ്മും ഒക്കെ അങ്ങനെ മുക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ലീഫും കൂടെ അങ്ങോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ട് വെയിലത്ത് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അകത്തോട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ അഗ്ലോണിമയുടെ റെഡ് ആണ് കേട്ടോ. നന്നായിട്ട് വലുതായപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഇച്ചിരി വലിയ പോട്ടിലോട്ട് മാറ്റിയിരിക്കണത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ള ലീഫാണ് കേട്ടോ. അഗ്ലോണിമയുടെ വേറെ വെറൈറ്റീസൊന്നും ഞാനിപ്പോൾ വെയിലത്തേക്ക് തൽക്കാലം വെച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം കംപ്ലൈൻറ്റ് തോന്നി 2 മാറ്റി, ബാക്കി ആ വലുതും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ന്യൂട്രിപോട്ടിൻ്റെ ഫംഗിഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ കോളീസ് പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്ത് നട്ടു കൊടുക്കുകയാണ് കേട്ടോ. കോളീസ് പ്ലാന്റ്സൊക്കെ ഒരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ. ആദ്യം എനിക്ക് ഈ പ്ലാന്റിന് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ഒരു കളർ ഷെയ്ഡ്, അത് നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ നിൽക്കണം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെം മാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുമാടെ അടുത്തുനിന്ന്. അപ്പോൾ അത് നട്ടു കൊടുത്തപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിന്ന് കണ്ട്. അപ്പോൾ അതിന് ഞാനിതുപോലെ റിപ്പോർട്ട് ഇങ്ങനെ ഒടിച്ച് കുത്തി വേറെ പോട്ടുകളിൽ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേണ്ട, ഇതൊരു റോസാണ് കേട്ടോ. ഈ റോസ് മഴയൊക്കെ വന്നപ്പോൾ ആകെ ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ ഫംഗിഷീൽഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്റ്റെം നമ്മൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതും ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഫംഗസിൻ്റെ ആ അറ്റാക്കിൽ നിന്നൊക്കെ നമ്മൾ ഫംഗിഷീൽഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മഴയാകുമ്പോൾ നല്ല പ്ലാന്റ്സ് നമ്മൾ ഈ സാഫ് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ന്യൂട്രിപോട്ടിൻ്റെ ഈ ഫംഗിഷീൽഡ് അതൊരു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
കൂടുതൽ പേർക്കൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.